ഇന്നത്തെ റെസിപ്പി കോവയ്ക്കയും മുരിങ്ങക്കായും വെച്ചിട്ടൊരു പീരയാണ്. സാധാരണ മീൻ വെച്ചിട്ടല്ല പീര വെക്കാറ്. ഇത് നമ്മുടെ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പീരയാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കോവയ്ക്കയും 2 മുരിങ്ങക്കായുമാണ്. മുരിങ്ങക്ക വേണമെന്ന് നിർബന്ധമില്ല, കോവയ്ക്ക തന്നെ ആയാലും മതി. അതിൻ്റെ ഒപ്പം കുറച്ച് ഉള്ളി പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഈ മുരിങ്ങക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അവിയലിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് നീളത്തിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന താമസമേ ഉള്ളൂ. നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. മുരിങ്ങക്ക എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി കോവയ്ക്കയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കോവയ്ക്ക കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ കനം കുറച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ അതിൽ മസാല പിടിക്കുകയുള്ളൂ. അതുപോലെ കോവയ്ക്ക നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഇപ്പം ഞാൻ കോവയ്ക്കയും നല്ല കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്നിടാം. ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കാം. ഒരു 10-12 ഉള്ളിയൊക്കെ എടുക്കാം. ഞാനിവിടെ 12 ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി തന്നെ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയൊന്നും ഒട്ടും പിശുക്കാതെ തന്നെ ഇട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി വളരെ കുറച്ചിട്ടാൽ മതി. മുളക് പൊടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഇതൊരു ചുമന്ന നിറം വരുവേ. അപ്പം മുളക് പൊടി കുറച്ചിട്ടാൽ മതി. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. പൾസ് മോഡിൽ ഇട്ടിട്ട് അടിച്ചാൽ മതിയേ. അവിയലിന് അരയുന്ന അത്രയും അരയരുത്. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വെക്കുന്ന ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച മുരിങ്ങക്കായും കോവയ്ക്കായും കൂടെ ഇട്ടു. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ഇടാം. അരപ്പിട്ടതിന് ശേഷം ഒരു കഷ്ണം കുടംപുളി ഞാൻ ചെറുതായിട്ട് കീറി ഒരു 3-4 പീസാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന പച്ചക്കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം കുടംപുളി ചേർക്കാനായിട്ട്. ഞാൻ മുരിങ്ങക്കായും കോവയ്ക്കായും വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരു കഷ്ണം കുടംപുളി ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം തിരുമ്മാനായിട്ട്. നല്ല ബലമായിട്ട് തന്നെ തിരുമ്മിക്കോ, ഇതൊന്നും ഉടഞ്ഞു പോവില്ല. കാരണം മുരിങ്ങക്കായും കോവയ്ക്കായൊക്കെ നല്ല കട്ടിയുള്ള സാധനമല്ലേ. അപ്പോൾ നല്ല പോലെ ആ മസാല ഇതിലേക്ക് പിടിക്കണമെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് തന്നെ തിരുമ്മി കൊടുക്കണം. ഇനി ഇത് തിരുമ്മിയതിന് ശേഷം ഇത് വേകാൻ ആവശ്യത്തിനുള്ള മിക്സിയുടെ ജാറ് കഴുകി വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തോണേ, ഇല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കും. ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. തീ കൂട്ടി വെച്ച് വേവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കോവയ്ക്ക വെന്ത് കിട്ടില്ലേ. ചെറിയ ഫ്ലെയിമിലിരുന്ന് വേകുമ്പോഴാണ് അതിന് ടേസ്റ്റ്. ഒരു 3 മിനിറ്റൊക്കെ ഇങ്ങനെ അടച്ച് വെക്കാം. അത് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം വെള്ളം വറ്റിയിട്ടുണ്ടോ എന്ന്. ഇവിടെ ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം വെള്ളം പൂർണ്ണമായിട്ട് വറ്റിയിട്ടില്ല, കുറച്ച് വെള്ളം കൂടെ ഉണ്ട് വറ്റാൻ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പുളി അധികം വേണ്ടാത്തൊരു ഈ സമയത്ത് പുളിയും കൂടി ഒന്ന് ചെക്ക് ചെയ്തോണേ. പുളി ആവശ്യത്തിനായി കഴിഞ്ഞാൽ അതിനകത്ത് കുടംപുളി എടുത്തങ്ങ് മാറ്റിയാൽ മതി. എന്നിട്ട് മൂടി വെച്ചാൽ വെള്ളം വറ്റിക്കണം. നല്ല കുടംപുളിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കുറച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല പുളിയുണ്ട്. അപ്പം ഞാനിവിടെ ഇതെടുത്ത് മാറ്റുകയാണ്. ഇതിനകത്ത് ആവശ്യത്തിന് പുളിയായിട്ടുണ്ട്. ഇനി ഞാൻ ഈ വെള്ളം കൂടി ഒന്ന് വറ്റിക്കുന്നുണ്ട് മൂടി വെച്ച്. കോവയ്ക്കയും മുരിങ്ങയൊക്കെ ആയതുകൊണ്ട് വെന്തുടഞ്ഞു പോകുമെന്ന് പേടിക്കണ്ട. കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും ഉടഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. മുരിങ്ങയൊക്കെ ഒന്നും ഓവറായിട്ട് വെന്തിട്ടുമില്ല, എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക പീര റെഡിയായി. നിങ്ങളും ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്